വ്യക്തമായി തന്നെ AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി പറഞ്ഞിട്ടുണ്ട്. ഒരു ചർച്ചയും ഒരിടത്തും ആരംഭിച്ചിട്ടില്ല. എല്ലാ ഘടകങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കൂ എന്നവർ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിന്റെ പേരിൽ വിവാദം വേണ്ട, പരസ്യ പ്രസ്താവനകളും ആവശ്യമില്ല എന്ന് വ്യക്തമായിട്ട് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന സംബന്ധിച്ച ഒരു കാര്യം നിലവിലില്ല. പക്ഷെ അതേസമയത്ത് പാർട്ടിയുടെ മറ്റ് ഇഷ്യൂസൊക്കെ തീർക്കാൻ പാർട്ടിയുടെ ഒരു ഉന്നതാധികാര സമിതി അടുത്ത് തന്നെ വിളിച്ചു ചേർക്കുന്നതാണ്. മറ്റ് വിഷയങ്ങൾ, പാർട്ടിക്കകത്തുള്ള വിഷയങ്ങളൊക്കെ ആ യോഗത്തിൽ ചർച്ച ചെയ്ത് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. പുനഃസംഘടന നടത്തണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടില്ല. ആ നിലയ്ക്ക് തന്നെ അങ്ങനെ ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. പക്ഷേ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ കരുണാകരനൊപ്പം നിന്നവർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവർ എന്ന് അത്തരത്തിലുള്ളവരെ പൊതുവെ തഴയുന്നൊരു സമീപനം നേതൃത്വം എടുക്കുന്നു എന്നുള്ളൊരു പരാതി വലിയ തോതിൽ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. അതല്ല, പുനഃസംഘടന നടന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആൾക്കാരെ തഴയുന്നു പറയാ? പുനഃസംഘടന നടക്കുമ്പോഴല്ലേ അത് പറയാൻ പറ്റൂ. ഇപ്പൊ ഇതുവരെ നടന്നിട്ടില്ല. നടക്കാത്ത പുനഃസംഘടന എങ്ങനെയാണ് ആരെങ്കിലും തഴഞ്ഞു എന്ന് പറയുന്നത്? പുനഃസംഘടന നടക്കുമ്പോൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അതിന് നോംസ് ഉണ്ടാക്കും. അതിനാണ് KPC യോഗം ചേരുന്നത്. പുനഃസംഘടന വേണമെങ്കിൽ എങ്ങനെ, ഏത് രീതിയിൽ നിന്നൊക്കെ ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. ഇപ്പൊ പാർട്ടിയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് പാർട്ടി കമ്മിറ്റികൾ ചേരുന്നത്. അത് ഉടനെ ഉണ്ടാവും. കാരണം പാർലമെന്റ് സമ്മേളനം കാരണമാണ് കുറച്ച് നീണ്ടുപോയത്. എങ്കിലും ഉടനെ തന്നെ കമ്മിറ്റി യോഗം കൂടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വിഷയം മുന്നോട്ട് വെച്ചത് കാരണം ഇത്തരത്തിൽ അതൃപ്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് പുനഃസംഘടനയിൽ കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യം. അല്ല, അതിനുള്ള നോംസ് ആണല്ലോ പാർട്ടി യോഗങ്ങളിൽ ഉണ്ടാവുക. ഇതിന് സാധാരണ രീതിയിൽ പുനഃസംഘടന നടക്കുമ്പോൾ ഇതിന് നോംസ് ഉണ്ടാക്കാറുണ്ട്. ആ നോംസ് ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എവിടെ നിന്ന് വന്ന് ഈ പുനഃസംഘടന ചർച്ചയാണെന്ന് എനിക്ക് ആർക്കും അറിയില്ല. കാരണം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശശി തരൂരിന് അറിയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല, മുൻ പ്രസിഡന്റായിട്ടുള്ള എനിക്കറിയില്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ പുനഃസംഘടന ചർച്ച? അതാണ്, ഇങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല. ഇത് ആരാണ് ഇതിന്റെ പുറകിൽ നിന്ന് എനിക്കറിയില്ല. ഒരു ചർച്ചകളും നടന്നിട്ടില്ല. ഒരു ചർച്ചകളും ഇപ്പൊ നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല. അതും അതിന്റെ സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഇല്ലാത്തൊരു പുനഃസംഘടന എവിടെ നിന്ന് വന്നു? ഇങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. ഒരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാത്ത വിഷയം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കുറെ പേരുകൾ വന്നു, പുതിയ പ്രസിഡന്റുമാരുടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല. ഇതിന് വെറുതെ ഒരു കമ്മ്യൂണലായിട്ടുള്ള നിറം കൊടുത്തു ചിലരൊക്കെ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ആരും പറഞ്ഞതല്ല. ഒരു ഫോറത്തിൽ ഇങ്ങനത്തെ പേരുകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. മാറ്റുന്ന കാര്യം ചർച്ചയില്ല. ഇതൊന്നും ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പുനഃസംഘടന നടക്കുന്നു, പ്രസിഡന്റിനെ മാറ്റാൻ പോകുന്നു, ഇന്ന ആളുകൾ പകരം വരികയാണ്. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. ഇപ്പൊ ആ കാര്യങ്ങൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ പാർട്ടി ഫോറങ്ങളിലാണ് തീരുമാനം എടുക്കുക. അല്ലാതെ പൊതുവേദിയിൽ ചർച്ച ചെയ്തിട്ടല്ല പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയി എന്നുള്ളൊരു വിമർശനം, അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇല്ല, അത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിലാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നത്. അവിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ ഒരു ദിവസം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രചരണത്തിന് വേണ്ടി. അവിടെ മറ്റുള്ളവർക്ക് അതിനെ ചുമതല നൽകിയിരുന്നു. പക്ഷേ തന്നെ അതിൽ നിന്ന് മനഃപൂർവ്വമായി ഒഴിവാക്കി എന്നുള്ളൊരു കാര്യമാണ്. അത് നേതൃത്വമാണല്ലോ അതിന് മറുപടി പറയേണ്ടത്. അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നോ? അങ്ങനെ പ്രയോറിറ്റി ഉണ്ടായതിന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്ക് ഏതായാലും പ്രയോറിറ്റി വന്നിട്ടുണ്ട്, പോയിട്ടുമുണ്ട്, പങ്കെടുത്തിട്ടുമുണ്ട്. ബാക്കിയുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങയുടെ വൈഷമ്യമൊക്കെ മാറിയോ? വൈഷമ്യം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ രാഷ്ട്രീയത്തിൽ എന്താ വൈഷമ്യമുള്ള? രാഷ്ട്രീയത്തിൽ വൈഷമ്യം ഉണ്ടാവും, പല വികാരങ്ങളുണ്ടാവും രാഷ്ട്രീയത്തിൽ. അതൊന്നും ഇനി പൊതുവായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങയുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, എന്താ പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല. ഏതിന്റെ? അല്ല, അതാ ചാപ്റ്ററൊക്കെ ക്ലോസ് ചെയ്തില്ലേ? ഇനി അടുത്ത ഇലക്ഷന്റെ നേരായി. അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു പരസ്യമായി കോൺഗ്രസിന്റെ MPക്കെതിരെ പ്രകടനം നടത്തുന്നതും കോലം കത്തിക്കുന്നതും ശരിയല്ല. അതാരും നടത്തിയാലും. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോയിന്റ്മെന്റ് മെറിറ്റിലേക്ക് കിടക്കാൻ എനിക്ക് എന്താ അതിന്റെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ എന്തെല്ലാം പ്രകോപനം ഉണ്ടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ DCC നേതൃത്വവുമായിട്ട് സംസാരിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം
ഒരു ജനപ്രതിനിധിയെ, അത് 4ാം തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അംഗത്തിന്റെ കോലം കത്തിക്കുന്നതും നടു റോട്ടിൽ അധിക്ഷേപിക്കുന്നതും വളരെ തെറ്റ് തന്നെയാണ്. അത് പാർട്ടിയുടെ ഒരു ഘടനയ്ക്ക് ഒട്ടും യോജിച്ചല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ KPC നേതൃത്വം തന്നെ പ്രസിഡന്റ് തന്നെ തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.